വിരാട് കോഹ്ലിക്ക് ശേഷം ചേസ് മാസ്റ്റർ എന്ന് മുൻ താരങ്ങളായ ഇർഫാൻ പത്താനെ കൊണ്ടും ആകാശ് ചോപ്രയെയും കൊണ്ടും വിശേഷണം ഏറ്റുവാങ്ങിയ ഒരാൾ. സമ്മർദ്ദഘട്ടങ്ങളിൽ പതരാതെ ഹിമാലയൻ ലക്ഷ്യങ്ങൾ പോലും അനായാസം പിന്തുടരാനുള്ള കൈക്കരുത്ത്, ഓരോ ഷോട്ടിലും ആത്മവിശ്വാസവും ഓരോ തീരുമാനത്തിലും പക്വതയും നിഴലിക്കുന്ന തന്ത്രശാലിയായ നായകൻ. ഒറ്റ പേര്, ശ്രേയസ് അയ്യർ. ഈ സീസണിൽ നാഴികക്കല്ലുകൾ ഒന്നൊന്നായി വെട്ടിപ്പിടിക്കുകയാണ് അയ്യർ. IPL കരിയറിൽ 4000 റൺസ് എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ട അയ്യർ റെക്കോർഡ് ചേസിംഗുകളുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. ബൗളർമാരെ നിസ്സായരാക്കി ഫീൽഡിന്റെ ഏത് കോണിലേക്കും പന്തിനെ പായിക്കാനുള്ള ശ്രേയസിന്റെ ബാറ്റിംഗ് സ്കിൽ. ആരാധകർക്ക് വിരുന്നുപോലെ സ്പിന്നർമാരെ നേരിടുന്നതിലെ അയ്യരുടെ ക്ലാസ്. നായകൻ എന്ന നിലയിലും അയ്യർ ക്രിക്കറ്റ് ലോകത്ത് മുൻപന്തിയിൽ തന്നെ. അയ്യരുടെ ക്യാപ്റ്റൻസിക്ക് 10ൽ 10 മാർക്ക് നൽകി മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സെവാഗ്. ടീമിനെ ഒരു ചരടിനെ പോലെ കോർത്തിണക്കി കൃത്യമായ ഫീൽഡ് സെറ്റിംഗും ബൗളിംഗ് മാറ്റങ്ങളും കൊണ്ടും അയ്യർ മൈതാനത്ത് തീർക്കുന്നത് വിസ്മയം. വിമർശനങ്ങളെ തന്റെ പ്രകടനം കൊണ്ട് നിശബ്ദമാക്കുക എന്നതാണ് ശ്രേയസിന്റെ ശൈലി. 2020 താരമല്ല എന്ന വിമർശനങ്ങൾക്ക് IPLിലെ ഓരോ ഇന്നിംഗ്സുകളിലും മറുപടി നൽകി മുന്നേറുകയാണ് ശ്രേയസ്. 7 മത്സരങ്ങളിലെ 6 ഇന്നിംഗ്സുകളിലായി പഞ്ചാബ് നായകൻ അടിച്ചുകൂട്ടിയത് 279 റൺസ്. സീസണിൽ നിർണായക ഘട്ടങ്ങളിൽ കളത്തിലെത്തി ടീമിനായി 4 അർദ്ധ സെഞ്ചുറികൾ നേടി ശ്രേയസ്. ഗ്രൗണ്ടിലെ അയ്യറിന്റെ ഊർജവും അഗ്രഷനും സഹതാരങ്ങൾക്ക് പകരുന്നത് വലിയ കരുത്ത്. വിക്കറ്റുകൾക്കിടയിലെ വേഗത, ബൗണ്ടറി ലൈനിലെ ഫീൽഡിംഗ്, എങ്ങനെ നോക്കിയാലും അയ്യർ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. റെക്കോർഡുകൾ ഇനിയും തിരുത്തിക്കുറിക്കപ്പെടും, വിജയഗാഥകൾ ഇനിയും എഴുതപ്പെടും. IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാളികളിൽ ഒരാളായി താൻ മാറിക്കഴിഞ്ഞുവെന്ന് ഓരോ റണ്ണിലൂടെയും അയ്യർ അടിവരയിടുന്നു. മഹാരാജ യദവീന്ദ്ര സിംഗിന്റെ പേരിലുള്ള സ്റ്റേഡിയത്തിൽ ആ ബാറ്റിംഗ് വിസ്മയം കാണാൻ നമുക്ക് കണ്ണു ചിമ്മാതെ കാത്തിരിക്കാം.